ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സ് ആണ്, ഞങ്ങൾ ഇതിൻ്റെ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് CT ഒക്കെ എടുക്കണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവനെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇത് സംഭവിക്കുന്ന വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു 4:30 മണിയായി സമയം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിറ്റ്സ് വന്നാലേ കൊച്ചു ഉറങ്ങും, അവന് ക്ഷീണം ഉണ്ടാവും, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവൻ 5 മണിയായി, 6, 7 മണിയായി, 8 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല, 9 മണിയായിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സിന് എന്തോ പ്രശ്നം തോന്നി. അവർ പറഞ്ഞു ഞങ്ങൾ ഇവനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്, അവന് ഒരു ഇമ്മീഡിയറ്റ് കെയർ അവിടെ നിന്ന് കിട്ടും, റൂമിലാണെങ്കിൽ നമുക്ക് അത്രയും കെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായിരുന്നു, BP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഇവനെ ICUയിൽ കൊണ്ടുപോയി. ICUയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്, ശനിയാഴ്ച വൈകിട്ട്. തിങ്കളാഴ്ച CT എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, കാരണം നാളെ സൺഡേ ആണ്, നാളെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എഴുന്നേക്കാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അന്ന് രാത്രി തന്നെ CT എടുത്തു. ശരിക്കും കൊച്ചു കോമയിലായിപ്പോയതായിരുന്നു. അവർക്കും ഡോക്ടേഴ്സിനും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവർ CT എടുത്തു. CT എടുത്തപ്പോൾ നോർമലാണ്, ബാക്കി ബ്ലഡ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്ന എല്ലാം ക്ലീനാണ്. അപ്പം ഇവർക്ക് എന്താണെന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സമയം വേണം, എന്ത് സംഭവിക്കാം, എന്താണേലും ഒരു 48 hours കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.